ദീനിലില്ലാത്ത ഒരു കാര്യം നന്മയാണെന്ന് കരുതി ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ ചെന്നുപെടുന്ന അപകടം എത്ര വലുതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക, ഇല്ലാത്ത ദിക്റുകൾ ചൊല്ലുക, ഇല്ലാത്ത സലാത്തുകൾ ഉണ്ടാക്കുക, നാരിയത്ത് സലാത്ത് പോലെ, താജു സലാത്ത് പോലെ, കൻസുൽ അർശി സലാത്ത് പോലെ, റാത്തീബുകളും അതുപോലെ മൗലിദുകളും ഹദ്ദാദുകളും പോലെയുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളുണ്ട് സഹോദര, പഠിപ്പിച്ച ദുആകളുണ്ട്, പഠിപ്പിച്ച സലാത്തുണ്ട്. അത് മുഴുവൻ നീ ചൊല്ലാൻ നിന്നാൽ നിനക്ക് നേരം തികയുകയില്ല. പിന്നെയാണോ നീ ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകേണ്ടത്? അങ്ങനെ ഇല്ലാത്ത വിശ്വാസങ്ങളുടെ, ഇസ്ലാമിൽ ഇല്ലാത്ത ആദർശങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പിന്നാലെ പോയാൽ അവന് സംഭവിക്കുന്ന അപകടം എത്ര വലുതാണ് നിങ്ങൾ അറിയുമോ? അവൻ അറിഞ്ഞോ അറിയാതെയോ വാദിക്കുന്നത് ഒന്നുകിൽ ഈ ദീൻ പരിപൂർണമല്ല എന്നാണ്, അല്ലെങ്കിൽ ഈ ദീൻ മുഴുവനായി എത്തിച്ചു തരാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വഞ്ചന കാണിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ് വൽ ഇയാദു ബില്ലാഹ്. ഇതാണ് ബിദ്അത്ത് ചെയ്യുന്ന ഒരുവൻ അവൻ അറിഞ്ഞോ അറിയാതെയോ വാദിക്കുന്നത്, അവൻ പറയാതെ പറയുന്നത്. എത്ര അപകടകരമായ കാര്യമാണ്. അല്ലാഹു പറയുന്നു ഈ ദീൻ പൂർത്തിയായി എന്ന്, അവൻ പറയുന്നു അല്ല ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, നബിദിനമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കണം. ഖുർആനിലില്ല, സുന്നത്തിലില്ല. അല്ലാഹു അത് പൂർത്തിയായി എന്ന് പറയുന്നു. ഇവന്റെ വാദപ്രകാരം അത് പൂർത്തിയായിട്ടില്ല, ഇതും കൂടി അതിൽ ചേർക്കണം. ഇതാണ് അവൻ പറയാതെ പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ പറയുന്നത്.